ഹലോ. മാജിക് മോർണിംഗ് ടു ആൾ. ഗുഡ് മോർണിംഗ്. ഓക്കെ മാം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഈ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആണ്. അത് NLP സർട്ടിഫൈഡ് ട്രെയിനർ ആയിട്ടുള്ള പ്രവീണ മാമിന്റെ സെഷനാണ്. മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ കളറിംഗ് പേജ് ആണ്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്രവീണ മാം, പ്ലീസ് വെൽക്കം മാം. താങ്ക് യു ഗോപിക, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നിറം പിടിപ്പിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് നിറം പിടിപ്പിക്കുന്നത് നോക്കാം. ഈ നിറം പിടിപ്പിക്കലൂടെ നമുക്കുണ്ടാകുന്ന നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒക്കെ എങ്ങനെയൊക്കെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്ന് ഞാൻ നിങ്ങളെ ഒരു ടൂളിലൂടെയാണ് പരിചയപ്പെടുന്നത്. ഒരു പക്ഷെ ഈ ടൂള് പലർക്കും പരിചയമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഒരു പക്ഷെ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ടൂളായിരിക്കാം. ഇത്തരത്തിൽ ഒരു പുസ്തകം നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊരു കളേർഡ് ബുക്കാണ്, അതായത് കളറിംഗ് ബുക്ക് ഫോർ അഡൽട്സ് എന്നാണ്. അഡൽട്ടിനായിട്ട് ഓക്കെ മണി സാർ, യെസ്, ഇതൊരു കളറിംഗ് ബുക്കാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ കുട്ടികളുടെ അല്ല, കളറിംഗ് ബുക്ക് ഫോർ അഡൽട്സ് ആണ്. ഒരു പക്ഷെ നമ്മൾ ആരും, നിങ്ങൾ എത്ര പേര് ഇത് ബുക്ക് ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് സ്റ്റോറിൽ ഇത് കണ്ടിട്ടുണ്ടാകും, എന്താണ് ഇതിന്റെ പേർപ്പസ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇതൊരു പവർഫുൾ ടൂളാണ്. അഡൽട്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പുസ്തകമാണ്. ഞാനിത് ഏകദേശം ഒരു വർഷത്തിന് മുന്നേ ഇത്തരത്തിൽ പുസ്തകങ്ങൾ കളക്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ഇതില് ഒരുപാട് പേജുകളുണ്ട് കണ്ടോ. ഇത് ഞാൻ ഫ്ലവറിന്റെ ബുക്കാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഡോട്ട്സ്, ആനിമൽസ്, ഇത്തരത്തിൽ പുസ്തകങ്ങൾ അവൈലബിൾ. ഇത് കളർ കാണുന്നുണ്ടല്ലോ അല്ലെ, ചെറുതായിട്ടെങ്കിലും. ഓക്കെ, ഇത് പൂക്കളുള്ള പേജുകളാണ്. ഞാൻ ഫ്ലവേഴ്സിന്റെ കളറിംഗ് ബുക്ക് ഫോർ അഡൽട്ട് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ഒരുപാട് പേജസ് ഇതിൽ കാണും. അപ്പൊ ഞാനിത് കിട്ടിയപ്പോൾ എനിക്ക് ഫ്ലവേഴ്സ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ പുസ്തകമാണ് സെലക്ട് ചെയ്തത്. ഇതില് ഞാൻ ആദ്യമായിട്ട് കളർ ചെയ്തത് ഈ ഒരു പേജാണ്. ഇതൊരു ഇലയാണ്, ഒരുപാട് ഇലകളുള്ള ഒരു പേജാണ്. ഇവിടെ ഞാൻ ആദ്യം കളർ ചെയ്തത് ഈ ഒരു പേജായിരുന്നു. പിന്നീട് വീണ്ടും ഒരു പേജ് എടുത്തപ്പോ ഞാൻ കളർ ചെയ്തത് മറ്റൊരു രീതിയിലാണ്. കണ്ടോ, രണ്ട് ഷെയ്ഡുകൾ വന്നു. മറ്റേത് മുഴുവനായിട്ടുള്ള ഒരു ഗ്രീൻ ആയിരുന്നു എങ്കിൽ പിന്നെ എടുത്ത പേജില് എന്റെ ഡിസിഷൻ ഇങ്ങനെയായിരുന്നു. ഒരു അറ്റത്ത് ഒരു ഡിസൈനും കൂടി കൊടുത്തിട്ടുള്ള ഒരു ഇലയാണ് ഞാൻ പിന്നെ കളർ ചെയ്തത്. പിന്നെ ഞാൻ എടുത്തത് ഒരു പൂക്കളുടെ ഒരു പേജാണ്. ആ പേജ് എന്ന് പറയുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ്. ഇതൊരു താമരപ്പൂവും ഇലയും വെള്ളവും ഒക്കെ ഉള്ള പേജാണ്. ഇതിന്റെ പോയിന്റ്സിലേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ. പിന്നെ ഒരു പേജ് കിട്ടിയപ്പോൾ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്, മഞ്ഞപ്പൂവും പച്ച ഇലകളും. പക്ഷെ പിന്നെ ഒരു പേജ് എടുത്തപ്പോ എന്നിൽ വന്ന മാറ്റമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വേറൊരു പേജ് എടുത്തപ്പോ ഒരു പൂവ് തന്നെ നിറച്ചും ഈ പേജിലുണ്ട്. ആ പൂവിന് ഒരു പ്രത്യേക ഡിസൈൻ കൊണ്ടാണ് ഞാൻ അത് അലങ്കരിച്ച് ഭംഗിയാക്കിയത്. അതിന് നടുവില് നീലയും, അറ്റത്ത് ആ പൂവിന്റെ ഇതളിന്റെ അറ്റത്ത് ഒരു റോസ് കളർ പെയിന്റ് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ക്രയോൺസ് ഉപയോഗിച്ചാണ് ഇത് കളർ ചെയ്തിരിക്കുന്നത്. ഈ പെയിന്റിംഗ് ബുക്ക് അല്ലെങ്കിൽ ഈ കളറിംഗ് ബുക്ക് ഫോർ അഡൽട്സിന്റെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സിലേക്കാണ് നമ്മൾ എന്തിനായിരിക്കും ഒരു പക്ഷേ ഇത്തരം കളറിംഗ് പേജ് നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ബുക്ക് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിരിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഒരു പക്ഷേ ഇന്നത്തെ ഡിജിറ്റൽ വേൾഡില് നമ്മെ മൈൻഡ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ ടൂൾ ആണെന്ന് തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു പുസ്തകം ചൂസ് ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണ്. പക്ഷേ അത് ഭംഗിയായിട്ട് വരയ്ക്കാനൊന്നും എനിക്ക് അറിയില്ല. അത് കളർ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് ഇത്തരം ഒരു പുസ്തകം എന്റെ കയ്യിലേക്ക് എത്തുന്നത്. ആ വരച്ച പുസ്തകത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ അങ്ങനെ കൊടുത്ത് നമ്മുടെ സമയം നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു രീതിയിലാക്കി മാറ്റാം. ഇനി ഇതിന്റെ ബേസിക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് സൈക്കോളജി പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കും എന്നാണ് പറയുന്നത്. ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് ഇന്നും ഒരു പുസ്തകം തീർന്നു കഴിഞ്ഞാൽ പുതിയൊരു പുസ്തകം ബുക്ക് സ്റ്റോറിൽ നിന്ന് കളക്ട് ചെയ്ത് ഞാൻ കളറിങ് ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്താറുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ വൺ ബൈ വൺ ആയി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഈ കളറിംഗ് ബുക്സിന് അല്ലെങ്കിൽ ഒരു പേജ് എടുത്ത് കളർ ചെയ്യുന്നതിന് കൂടെ നമ്മളുടെ
അറ്റൻഷൻ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ആ അറ്റൻഷനിലൂടെ ഒരു പുസ്തകം എടുത്ത് അതിലൊരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിൽ ഭംഗിയാക്കണം എന്ന രീതിയിലേക്ക് നമുക്കൊരു ചിന്ത പോകുന്നുണ്ട്. എനിക്കിത് ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു പേജാക്കി മാറ്റണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ആദ്യം ചെയ്യുന്നത് ഒരു ക്വയറ്റ് ആൻഡ് മൈൻഡ് ആണ്. അതൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് അതിനെ എത്തരത്തിൽ ഭംഗിയാക്കാമോ എന്നൊരു ചിന്തയിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് മനസ്സ് ഒന്ന് ശാന്തമാക്കാൻ, ഒരു വെള്ളത്തെ പോലെ അല്ലെങ്കിൽ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയെ പോലെ ആക്കാൻ, ക്വയറ്റൻ ആയിട്ടുള്ള ഒരു മനസ്സാക്കി മാറ്റാൻ ഈ കളറിംഗ് പേജ് നിങ്ങളെ സഹായിക്കും എന്നാണ് സൈക്കോളജി ആദ്യമായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള കളറിംഗ് പേജ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിനെ നന്നായി ഒരു ഫോക്കസിലേക്ക്, ഒരു ഫോക്കസ്ഡ് മൈൻഡിലേക്ക് പ്രൊമോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. സ്ഥിരമായി ഒരു ടൈം കണ്ടെത്തി ഇതിനായി ഒരു സമയം കണ്ടെത്തുക. ആ സമയം ചെയ്യുന്ന സമയത്ത് ബ്രെയിൻ സ്ഥിരമായിട്ട് ആ സമയത്തിലേക്ക് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള അറ്റൻഷനിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. മൂന്നാമതായിട്ട് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ മൈൻഡ്ഫുൾനെസ് എന്നൊരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. നമ്മൾ ഒരുപാട് മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റികളും ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് അവൈലബിൾ ആണ്. മൈൻഡ്ഫുൾനെസ് തിയറി ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റികൾ പല ട്രെയിനേഴ്സും നടത്തുന്നുണ്ട്. മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റി ഒരുപാട് നമുക്ക് അതിന് പൈസയും കൊടുത്ത് നമുക്ക് അത്തരം ആക്ടിവിറ്റിയിലൊക്കെ കൊണ്ടുപോകാം. ഒരു പക്ഷെ ഒരു മുന്തിരി ടേസ്റ്റ് ചെയ്യുന്ന ഒരു മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റി പോലും നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഒരു കൊച്ചു മുന്തിരി കയ്യിലെടുത്ത് മണിക്കൂറുകളോളം സമയമെടുത്ത്, ഒരു മണിക്കൂറോളം സമയമെടുത്ത് അതിനെ ടേസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഒരു മണിക്കൂറൊക്കെ ഇതിന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ മൈൻഡ്ഫുൾനെസ് എന്ന ആക്ടിവിറ്റിയിലൂടെയാണ് അത് കടത്തിക്കൊണ്ട് പോകുന്നത്. എന്നാൽ വെറും 10, 20 അല്ലെങ്കിൽ 30, 50 രൂപയ്ക്കുള്ള ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളെ ഇത് മൈൻഡ്ഫുൾനെസ്സിലേക്ക് കൊണ്ടുപോകും എന്ന് പറയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റികളെ നമ്മൾ പൂർണ്ണമായും അല്ലെങ്കിൽ ഇല്ലാതാവും എന്ന് പറയും. അതായത് ബി ഇൻ ദ പ്രസന്റ് മൊമെന്റ്, ആ പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മളെ കൊണ്ടുവരും. അതാണ് ശരിക്കും പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ചെയ്യുന്ന ആക്ടിവിറ്റിയിലേക്ക് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കൊണ്ടുവരുന്ന ആക്ടിവിറ്റിയാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഈ കളറിംഗ് പേജിലൂടെ അല്ലെങ്കിൽ ഈ കളറിംഗ് ബുക്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒരു മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു അറ്റൻഷൻ കൊടുത്തുകൊണ്ട് മുഴുവൻ ഫോക്കസ്ഡ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം കളറിംഗ് പേജ് നമ്മളെ ഒരുപാട് സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ ഒരു വർഷത്തിലേറെയായി ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇത്തിരി ഒന്ന് റിലാക്സ്ഡ് ആവണം എന്ന് തോന്നുമ്പോൾ, കാം ആൻഡ് ക്വയറ്റ് ഒരു പീസ്ഫുൾ മൈൻഡിലേക്ക് ഇരിക്കണം എന്ന് തോന്നുമ്പോൾ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യം, ഒരു ആക്ടിവിറ്റിയാണത്. നാലാമതായിട്ട് പറയുന്നത്, ഇത്തരത്തിൽ ഒരു ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫേസ്ബുക്ക് എടുക്കുന്നു, റീൽസ് കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നല്ല രസമാണ്, സമയം പോകുന്നത് അറിയില്ല. ഓരോരുത്തർ പറയും, ഓരോരുത്തരെ ട്രാവലിനെ കുറിച്ചുണ്ടാവും, ചില വസ്ത്രങ്ങളെ കുറിച്ചുണ്ടാവും, ഭക്ഷണങ്ങളെ കുറിച്ചുണ്ടാവും. എന്തിനു വേണമെങ്കിലും നമുക്ക് ഇപ്പം റീൽസിലൂടെ കാണാൻ പറ്റും. ആ റീൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴോ സമയം പോകുന്നത് അറിയുന്നേ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ നോക്കി നോക്കി വരുമ്പോൾ ഇത് അടച്ചു വെക്കുമ്പോഴേക്കും മൈൻഡ് ഒരു തരത്തിൽ വല്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും. കാരണം ഈ റീൽസ് എന്ന് പറയുന്നത് ഒരു കോമൺ കണ്ടന്റ് അല്ല, പലതരം കണ്ടന്റുകൾ മിക്സ് ചെയ്തിട്ടാണ് ഓരോ റീലുകളും നമുക്കിടയിലേക്ക് വരുന്നത്. അവിടെ മെന്റൽ ബ്രേക്കിനാണ് റീൽസ് കാണുന്നതെന്ന് വെച്ചാൽ അത് നോക്കിക്കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ആ ബ്രേക്ക് എവിടെ പോയി എന്നുള്ളത് പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത്തരത്തിലൊരു ഡിജിറ്റൽ വേൾഡിൽ നമുക്കൊരു മെന്റൽ ബ്രേക്ക് എടുക്കാൻ, ഒരു അറ്റൻഷനോട് കൂടി ഒരു മൈൻഡ്ഫുൾ അവസ്ഥയിലേക്ക് പോകാൻ ഇത്തരം ടൂൾ നമ്മെ ഒരുപാട് സഹായിക്കും. നമുക്കൊരു ബ്രേക്ക് തരും. ഒരു ഡിജിറ്റൽ വേൾഡിൽ നിന്നും നമ്മുടെ മനസ്സിനെ ഒന്ന് ബ്രേക്ക് കൊടുത്ത് ശാന്തമാക്കാൻ
കളറിംഗ് പേജ് ഫോർ അഡൽട്സ് നമ്മെ ഒരുപാട് സഹായിക്കും. ഒരു പക്ഷേ ഈ അഡൽട്സ് എന്ന ബുക്കിനെയാണ് ഞാൻ ഇന്ന് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. കുട്ടികൾക്ക് ആവശ്യമായ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. പക്ഷെ ഇത്തരം പുസ്തകത്തെ കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഇതിന്റെ ബെനിഫിറ്റ് അറിയുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് അഡൽസിന് ഇത്തരത്തിലൊരു പേജ്? ഒരു പക്ഷെ അതൊരു ഹോബി ആയിട്ടുള്ളവർക്കായിരിക്കാം. എന്നാൽ ഹോബിക്കും അപ്പുറത്ത് ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ തിരക്ക് പിടിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ടൂൾ നിങ്ങളെ ഒരുപാട് സഹായിക്കും എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അഞ്ചാമതായിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ കളറിംഗ് പേജിൽ ഇപ്പൊ ഞാൻ തന്നെ പല പേജുകളിലും ചെയ്തിരിക്കുന്ന കളറിംഗ് ഒരു പക്ഷെ കുറെ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഐ വാസ് സർപ്രൈസ്ഡ്. എങ്ങനെയാണ് എനിക്കിത് ചെയ്യാൻ കഴിയുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ അത് ഇംപ്രൂവ് ചെയ്യുന്നു എന്ന് പറയും. ഈ ക്രിയേറ്റിവിറ്റിയെ ഇംപ്രൂവ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോ പേജ് എടുക്കുമ്പോഴും ഇതിനെ കഴിഞ്ഞതിനേക്കാളും എത്രയും നന്നാക്കി ചെയ്യണം എന്നൊരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ കളറിംഗ് പേജ് ഫോർ അഡൽട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ മറ്റൊരു പ്രോസസ്സാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. നമ്മളൊരു സ്കില്ല് കൂടി ഇവിടെ വളർത്തിയെടുക്കുന്നുണ്ട്. ആ സ്കില്ല് ഒരു പക്ഷെ ഇന്നത്തെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ പരിഹരിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ ആകുലപ്പെടാറുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഇത്തരത്തിലുള്ള ഒരു പുസ്തകത്തിലൂടെ മുഴുവൻ പേജിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. കാരണം നിങ്ങൾ ഓരോ പേജ് എടുക്കുമ്പോഴും അതിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് കൊണ്ടുവരുന്നത്. ഒരു ഫൺ മെത്തേഡിലൂടെ, നല്ലൊരു ടൂളിലൂടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ പ്രോബ്ലത്തെയും എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ അത് കളർഫുൾ ആക്കാം എന്നൊരു അവസ്ഥയിലൂടെ കൂടി നമ്മളെ ഈ പുസ്തകം കൊണ്ടുപോകും. അടുത്തതായിട്ട് പറയുന്നത്, ഇതൊരു ഡിജിറ്റൽ ഡിറ്റോക്സ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൊബൈൽ വേൾഡിൽ നിന്നും നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ ഏറ്റവും നല്ലൊരു ടൂളാണെന്ന് പറയപ്പെടുന്നു. കാരണം ഇന്ന് നമ്മൾ അറിയാം, ഫ്രീ ടൈം എടുക്കുമ്പോൾ യെസ്, ബഷീർ സാറ് പറയുന്നു, സി കളറിംഗ് ബുക്ക് ഫോർ അഡൽട്ട്, ഹിയറിംഗ് ഫസ്റ്റ്. ഒരു പക്ഷേ എനിക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ ഇഷ്ടമാണ്, പക്ഷെ വരയ്ക്കാൻ എനിക്ക് അറിയില്ല. നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നത് കാണുമ്പോൾ ഒരുപാട് ഇഷ്ടത്തോടു കൂടി ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അപ്പൊ ഇനി അറിയില്ല, വരയ്ക്കാൻ അറിയില്ല, കളർ ചെയ്യാനും വലിയ ഇഷ്ടമാണ്. അപ്പൊ വരച്ച പുസ്തകങ്ങളിൽ കളർ ചെയ്യുന്നത് എന്റെ കയ്യിൽ അവിചാരിതമായിട്ട് കിട്ടിയ ഒരു ദിവസം ഈ ബുക്ക് ഷോപ്പ് വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു യാത്രക്കിടയിൽ സമയം കിട്ടിയപ്പോൾ അവിടെ കണ്ടൊരു ബുക്ക് ഷോപ്പിൽ ബുക്ക് വാങ്ങിക്കാൻ കയറിയപ്പോഴാണ് ഇത്തരം ഒരു പുസ്തകത്തെ ഞാൻ കണ്ടത്. എന്തിനാണ് കളറിംഗ് ബുക്സ് ഫോർ അഡൽട്ട് എന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് ഇതിന്റെ പിന്നിൽ ഇത്തരത്തിൽ ഒരുപാട് എന്താ ഡെവലപ്മെന്റ് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീട് എന്തൊക്കെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഇതിലൂടെ എന്തെല്ലാം ക്രിയേറ്റിവിറ്റി, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം എന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് ഇത്രയും പോയിന്റ്സ് ഈ ഒരു ടൂളിൽ അടങ്ങിയിരിപ്പുണ്ട് തിരിച്ചറിയാൻ സാധിച്ചത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു പക്ഷെ പണ്ട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഹോബിയെ നിങ്ങൾ ഒന്ന് തിരിഞ്ഞ് കണ്ടുപിടിച്ച് അതുമായി ബന്ധപ്പെട്ട ടൂളുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് തിരിച്ചറിഞ്ഞ് അത് കണ്ടെത്തി അതിലേക്കൊന്ന് തിരിയാൻ ശ്രമിക്കുക. ഈ ഡിജിറ്റൽ വേൾഡിൽ ഒരു പക്ഷെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആവാൻ, എന്നാൽ ആ റിലാക്സേഷനിലൂടെ നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ഫോക്കസ് ഒന്ന് കൂടുതൽ ഷാർപ്പനാക്കാൻ, നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ, കൂടെ നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്നൊരവസ്ഥയിലൂടെ കടന്നു പോകാൻ ഇത്തരം ഒരുപാട് ടൂൾസ് നമുക്ക് ചുറ്റും അവൈലബിൾ ആണ്. വാക്സ് കൊണ്ട് പലതരം രൂപങ്ങൾ ഉണ്ടാക്കുന്നതുണ്ട്. അത്തരത്തിൽ ഒരു കിറ്റ് നമുക്ക് കുട്ടികൾക്കായിട്ട് നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുക, കുട്ടികളുടെ അറ്റൻഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്, കളർ ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പലതരം ടൂളുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് കാണുമ്പോൾ അത് നമുക്ക് വേണ്ടിയും ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലും നല്ലൊരു മെഡിറ്റേഷൻ പോലെ മൈൻഡ്ഫുൾനെസ് എന്നൊരു അവസ്ഥയിലേക്ക് കടന്നു പോകാനും നമ്മുടെ ചുറ്റും ആവശ്യത്തിലേറെ വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് ഉണ്ടെന്ന് തിരിച്ചറിയാം. ക്യൂബ്സ് ഉണ്ട്. ഈ ക്യൂബ്സും ഇത് തന്നെയാണ്. നമ്മൾ എപ്പോഴും ഇതൊക്കെ കാണുന്നത് കുട്ടികൾക്കുള്ള ഒരു ടൂൾസ് ആയിട്ടാണ്.
പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പക്ഷേ റിയലൈസ് ചെയ്യാതെ പോയ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കപ്പെടാതെ പോയ ഒരുപാട് ടൂൾസ് കുട്ടികളുടെ പേരിലാണ് വരുന്നതെങ്കിലും നമുക്കത് ഇഷ്ടമെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. ആ ഇഷ്ടത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഡിജിറ്റൽ വേൾഡ് മൊബൈലിൽ നിന്നും നമുക്ക് കുറച്ച് സമയം മാറിയിരുന്ന് നമുക്കൊന്ന് ശാന്തമായി നമ്മുടെ ചിന്തയെ ഷാർപ്പൺ ചെയ്യാൻ, നമ്മുടെ ചിന്തകളെ കുറച്ചുകൂടി നമ്മളിലേക്ക് തിരിച്ചറിയാൻ നമുക്ക് സഹായിക്കുന്ന ടൂളുകൾ കണ്ടെത്തുക. ഇത് ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മാറ്റം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഓരോ പ്രാവശ്യം ഒരു പക്ഷെ ചിലപ്പോൾ ഓഫീസിൽ നിന്ന് വന്ന് ഹോസ്റ്റലിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് സമയം ഒരു ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാനിത് എടുത്തു വെക്കുക. ഈ എടുത്തു വെക്കുന്ന സമയത്ത് ഒരു പക്ഷെ അന്ന് കടന്നു പോയ ചില സംഭവങ്ങൾ മനസ്സിലേക്ക് വരാറുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇത്തരത്തിൽ സംസാരിച്ചു, ഇന്ന് ഞാൻ ഓഫീസിലൂടെ അല്ലെങ്കിൽ ഇന്ന് എന്റെ ജീവിതത്തിൽ കടന്നു പോയ ഒരു സിറ്റുവേഷൻ ഞാൻ ഇത്തരത്തിലാണല്ലോ മാനേജ് ചെയ്തത് എന്ന് എന്റെ ചിന്തയിലേക്ക്, തോട്ടിലേക്ക് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്ന ഒരവസ്ഥ കൂടി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. ആ അവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്ന് കടന്നു പോകുന്ന ആ സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരുന്നുവോ അത് ഡിസിഷൻ എടുക്കേണ്ടിയിരുന്നത്, അല്ല, അതായത് സ്വന്തം ഇന്നർ വേൾഡിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾ തിരിച്ചറിയും. പലപ്പോഴും ഈ മൊബൈലിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ളിലേക്ക് നോക്കാൻ തിരിച്ചറിയാൻ നമുക്ക് പറ്റാറില്ല. കാരണം നമ്മൾ അതിന്റെ വിഷ്വലിലേക്ക്, അതിന്റെ സൗണ്ടിലേക്ക് മുഴുവനും നമ്മൾ അകപ്പെട്ട് കഴിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു മൈൻഡ്ഫുൾ ആയി ഈ ഡിജിറ്റലിനെ ഒക്കെ മാറ്റി വെച്ച് ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ശാന്തമായി കടന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മളെ ഏറെ സഹായിക്കും. ആ സഹായത്തിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നത് നമ്മെ റിഫ്ലക്ട് ചെയ്യുന്നതിലൂടെ ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ഇത്തരത്തിലൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഡിസിഷൻ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാക്കണം എന്ന ഒരു ചിന്തയിലേക്ക് വളർന്നു തുടങ്ങി എന്നുള്ളതാണ്. ഇന്ന് എപ്പോഴും ഒരു പക്ഷെ ഞാനൊന്ന് ആലോചിക്കാൻ, 1.5 വർഷം മുൻപ് ഞാൻ ചെയ്ത ആക്ടിവിറ്റി ഇത്തരത്തിൽ ഭംഗിയായി ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയതും അതിന്റെ പിന്നാലെയുള്ള ഒരു യാത്രയിലൂടെയാണ്. ആ യാത്രയിലൂടെ കടന്നു പോയപ്പോൾ എനിക്കുണ്ടായ ഇംപ്രൂവ്മെന്റ് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിലൂടെ ഷെയർ ചെയ്യാനും യൂണിവേഴ്സിന്റെ നിയോഗം ഉണ്ടായി എന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയാണ്. ഒരു പക്ഷെ ഇത്തരം ടൂളുകൾ കണ്ടെത്തുക, ഈ ടൂളുകൾ നമ്മെ പുതിയൊരു തലത്തിലേക്ക്, ഒരു പക്ഷെ നമ്മെ തിരിച്ചറിയാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. നമ്മെ കൂടുതൽ മൈൻഡ്ഫുൾ ആക്കാനും നല്ലൊരു ഡെസിഷൻ മേക്കർ ആക്കാനും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡോടുകൂടി കടന്നു പോകാനും നമ്മുടെ ബ്രെയിനിലെ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റ് ആയി നമ്മുടെ കടന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഏറ്റവും നല്ല തീരുമാനങ്ങളായി മുന്നോട്ട് പോകാനും വരുന്ന എന്തിനേയും കാം ആൻഡ് ക്വയറ്റോടുകൂടി ഇത് എനിക്കുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പൂർണ്ണമായും സ്വീകരിക്കാൻ ഇത്തരം ടൂളുകൾ നിങ്ങളെ സഹായിക്കും. ഇനി ഒരിക്കൽ ഒരു ബുക്ക് സ്റ്റോറിലേക്ക് കുട്ടികൾക്കായി എന്തെങ്കിലും വാങ്ങാൻ പോകുന്ന സമയത്ത് ഈ പുസ്തകത്തെ ഒന്ന് തിരഞ്ഞു കണ്ടുപിടിക്കുക. പലതരം പുസ്തകങ്ങൾ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ടൂൾ ആണെങ്കിൽ ഇതിനെ ചൂസ് ചെയ്യുക. അതിനായി ഇത്തിരി സമയം എല്ലാ ദിവസവും ഒരേ സമയത്ത് കണ്ടെത്താനായാൽ അത് നമ്മുടെ ബ്രെയിനെ കൂടി ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കും എന്നുകൂടി തിരിച്ചറിയുക. എന്തായാലും 1.5 വർഷം മുൻപ് ഞാൻ ചെയ്യുന്ന ഈ ആക്ടിവിറ്റിയെ ഒരു കൂടുതൽ പഠനത്തിലൂടെ കൊണ്ടുപോയപ്പോൾ എനിക്ക് കിട്ടിയ അറിവുകൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ ഒരു അവസരം ഒരുക്കി തന്ന ബി മാജിക്കിനും ഒപ്പം ഈ യൂണിവേഴ്സിനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. ഗോപിക മ്യൂട്ടാണ്. ഓക്കെ, സോറി മാം. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. എനിവേ നല്ലൊരു കാര്യങ്ങളായിരുന്നു മാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് പലരും ചെയ്യുന്നുണ്ടായിരിക്കും മൈൻഡ് ഫ്രീ ആക്കാൻ. ഇപ്പൊ കളറിംഗ് പോലെ ഒരുപാട് ഇപ്പൊ മ്യൂസിക് കേൾക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇനി അതുപോലെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇന്നത്തെ സെഷനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിക്കാവോ? മാജിക് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബഷീർക്ക. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. നമ്മളെ മൈൻഡിലെ അറ്റൻഷൻ വർദ്ധിപ്പിക്കാനുള്ള ഞാനിതിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു സംഭവം. ഞാൻ ഈ സുഡോക്കി കളിക്കല. അതാണ്. അപ്പൊ സുഡോക്കി കളിക്കുമ്പോ അത് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുകയും ചെയ്യാം. അത് നമ്മളെ മൈൻഡ് ഷാർപ്പാക്കും, അറ്റൻഷൻ, ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ഒരു ട്രെയിനിങ് ആണ്. ഞാന് കുറെ കാലങ്ങളായിട്ട് ഇതിങ്ങനെ ഇടയ്ക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇതാണ് ചെയ്യുക. ഇറ്റ് വാസ് എ ഗുഡ് ക്ലാസ്. നല്ലൊരു ഇതായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ അഡൽട്ട് കളറിങ് ബുക്ക് കാണുന്നത്, കേൾക്കുന്നത്. അങ്ങനെ സംഭവമുള്ള ആദ്യമായിട്ടായിരുന്നു.
ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു. ഓ ഗ്രേറ്റ്. കണ്ടോ ബഷീർക്ക പറഞ്ഞത് കേട്ടോ, അദ്ദേഹം സുഡോക്ക് കളിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹം എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഷാർപ്പൻ മൈൻഡ് എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദാറ്റ്സ് എ വണ്ടർഫുൾ ഗെയിം. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ബഷീർ സർ. ദെൻ നെക്സ്റ്റ് ആരാ വരുന്നേ? ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. ഞാൻ ഈ പുസ്തകം കണ്ടിട്ടുണ്ട് കേട്ടോ, അഡൾട്ടിന്റെ. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, അതിപ്പോ ഈ ചിത്രം വരക്കാനും അതുപോലെ തന്നെ കളർ കൊടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന വലിയ ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് അതെ. വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാതെ പോന്നു. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സംഭവമുള്ള ഞാൻ അറിയില്ല. എന്തായാലും നമ്മൾ ഈ ഗെയിമുകൾ, പല ഗെയിമുകളും ഉണ്ട്. അതായത് പിന്നെ പഴയ കാലത്തില് നമ്മള് കുട്ടികൾ കാണിക്കില്ലേ, വഴി കാണിക്കുക, മൊയിലിന് വഴി കാണിക്കുക, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. അതേപോലെ തന്നെ മൈൻഡ്, മനസ്സിന്റെ ഒരു ബുദ്ധി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മൈൻഡ് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരുപാട് ഗെയിമുകളുണ്ട്. ഇന്നും നിലവിലുണ്ട്. ബ്രെയിൻ ടച്ച് ഗെയിമുകളൊക്കെ ഇന്നും നിലവിലുണ്ട്. അത് മൊബൈലിലും ഉണ്ട്, പുസ്തകത്തിലും ഉണ്ട്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ബഷീർ സർ. ദെൻ സംസാരിക്കാൻ എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യാവോ? നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി ഷെയർ ചെയ്യണം കേട്ടോ. അതെ, മേഘ മാം. താങ്ക് യു മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം ഞാൻ പ്രീ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് കളറിംഗ് ബുക്ക് എന്റെ കയ്യിലെത്തും. ഞാൻ ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും, എന്നിട്ട് അവര് ചെയ്യുന്നത് നോക്കിയിരിക്കാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു ബുക്ക് എനിക്ക് വേണ്ടി എടുത്തു വെച്ച് അടിക്കണമെന്ന് തോന്നിയിട്ടില്ല. കാരണം കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അത് കാണിച്ചെടുക്കുക, അവർക്ക് വേണ്ട ടൂൾസ് കൊടുക്കുക. അതുപോലെ അവർക്ക് ഈ ആക്ടിവിറ്റികൾ ഒരുപാടെണ്ണം ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരെയാ സഹായിക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്ലാസ്. ഇന്ന് മുതൽ ഞാൻ ചെന്ന ഒരു ബുക്ക് എനിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ച് തിരഞ്ഞടിച്ചിട്ട് കാണിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു എന്നെക്കാളും നന്നായിട്ട് കുട്ടികളായിരിക്കും കളറിങ് ചെയ്യുന്നതെന്ന്. കാരണം അവര് പല പല കളറുകൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കളറിങ് ബുക്ക്. അതുകൊണ്ട് വളരെ ഉപകാരം മാം. ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ കുറച്ച് ഏതൊക്കെ ചിത്രങ്ങളാണ് എനിക്ക് വരയ്ക്കേണ്ടത്. താങ്ക് യു മാം. വെൽക്കം. ഒരു ബുക്ക് സ്റ്റോർ കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കളർ ചെയ്യുമെങ്കിൽ അത് ചൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ട ടൂൾ കണ്ടെത്തുക. ഓക്കെ, താങ്ക് യു മേഘ മാം. ദിവ്യ മാം. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ മേടിക്കാറുണ്ടായിരുന്നു അങ്ങനെ. കുട്ടികൾക്കുള്ള ബുക്കാണ്, പക്ഷെ ഈ വലിയവരുടെ ബുക്ക് എന്നുള്ളതായിട്ട് എനിക്ക് അറിയില്ല. മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട്. അപ്പൊ ഞാൻ ചെറുപ്പത്തില് ഈ ചെറിയ ക്രയോൺസ് കിട്ടും, പല കളറിലുള്ളത്. അത് ചെറിയത് ഇത്രേ ഉള്ളൂ. അപ്പൊ അത് വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോ ഇതിങ്ങനെ കളർ ചെയ്ത് കളിക്കുമായിരുന്നു. അപ്പോ കുറെ പുസ്തകം മേടിക്കും, കുട്ടികൾക്കുള്ളതാണ്, പക്ഷെ നല്ല രസമാണ് അത്. അപ്പോ ഞാൻ ആ ഒരു സമയത്തിലേക്ക് തിരിച്ചുപോയി. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം. നല്ല ക്ലാസ് ആയിരുന്നു, വളരെ എന്റർടൈൻമെന്റ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഈ മൊബൈലിൽ മാറി നിൽക്കാനും നമ്മൾക്ക് നമ്മളത് ആ കളറിങ് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മൈൻഡിനൊരു സന്തോഷമാണ്. അതൊരു പക്ഷെ ഒരു 50 റീൽസ് കണ്ടാലൊന്നും അത് അത്രയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല നമുക്ക്. അങ്ങനെയാണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. വെൽക്കം ദിവ്യ. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. ദെൻ സിന്ധു മാം. പറയാ. ഹായ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. ഹായ് മാജിക് മോർണിംഗ്. നല്ല ക്ലാസ്. എനിക്ക് പിന്നെ ആക്ടിവിറ്റീസേ ഉള്ളൂ നിത്യേന. കുട്ടികളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കണല്ലോ. നമുക്ക് ഓരോ മാസത്തെ ഓരോ ദിവസം പഠിപ്പിക്കേണ്ടതൊക്കെ നമുക്ക് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ട് തന്നിട്ടുണ്ട്, തീം ബുക്ക്. അപ്പൊ അതിനകത്ത് ഓരോ കാര്യങ്ങൾ തരുമ്പോ നമ്മള് ചിത്രങ്ങൾ വരച്ചു കൊടുക്കണം, അവരെ കൊണ്ട് കളർ ഓടിപ്പിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ മാം പറഞ്ഞാൽ ഈ ബുക്ക് വലിയവർക്കാന്നുള്ളത് അറിയില്ല. പക്ഷെ എന്തായാലും അതൊന്ന് വാങ്ങി ചെയ്ത് ട്രൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മള് എന്താ പറയാ, ഒരു ചെറിയൊരു ആക്ടിവിറ്റീസ് ഞാൻ പറയാണ്. വെണ്ടയ്ക്ക ഉണ്ടല്ലോ, വെണ്ടയ്ക്ക ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാല് കളറിൽ മുക്കി
പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ നല്ല രസമാണത്. വെണ്ടയ്ക്ക അതുകൊണ്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളെ പിസ്തത്തോടുണ്ടല്ലോ, പിസ്ത തിന്നിട്ടുള്ള തോട്, ആ തോട് വെച്ചിട്ട് ഞാൻ അംഗൻവാടിയിൽ ഒരു വീട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വരയ്ക്കും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ. എന്റെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വരയ്ക്കും. എന്റെ അംഗൻവാടി ചുമരുമലൊക്കെ ഞാൻ വരച്ചിട്ട് ചാർട്ട് പേപ്പറിനകത്ത് വരച്ച് കളർ കൊടുത്തിട്ട് വെച്ചിട്ടുള്ളത് ചിത്രങ്ങള്. അപ്പൊ ടീച്ചേഴ്സ് വരുമ്പോ പറയാം എനക്ക് പിന്നെ വരയ്ക്കാൻ അറിയണോണ്ട് സുഖമാണ് ഇതൊക്കെ ഉണ്ടാ. അതുപോലെ ആക്ടിവിറ്റീസ് പറയുന്നത് ഭയങ്കര ഇഷ്ടാ. അതിൽ നമ്മളെ മൊബൈലിനകത്തൊരു ആപ്പ് ഉണ്ട്, പിൻട്രസ്റ്റ് പറഞ്ഞിട്ട്. പിൻട്രസ്റ്റ് അത് എടുത്തു കഴിഞ്ഞാൽ, ആ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അത് കംപ്ലീറ്റ് അതിലുണ്ടാവും. അത് ഓരോന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ തന്നെ സേവ് ബട്ടൺ ഉണ്ടാവും. അത് കൊടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മളെ നെയിമും കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് അതവിടെ ഇടാം. നമുക്ക് എപ്പോ വേണേലും അത് ഉപയോഗിക്കാം, അത് നോക്കി ചെയ്യാം. അതുപോലെ തന്നെ പേപ്പർ കട്ടിങ്ങിൽ ഓരോ ഡ്രസ്സിന്റെ ഡ്രസ്സുകൾ ഉണ്ടാക്കണേ, ഓരോ മോഡലിനനുസരിച്ചുള്ള ഡ്രസ്സുകളും അതിൽ കാണാം. അതൊക്കെ നമുക്ക് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചാർട്ട് ഉണ്ടാക്കി വെക്കാം. അതൊക്കെ ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങളാട്ടാ. പിന്നെ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോയാൽ കൈ തുടയ്ക്കാൻ തരുന്ന ടിഷ്യൂ പേപ്പർ, അത് വെച്ച് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. പെൻസിൽ ചെത്തുമ്പോ ഉണ്ടാവുന്ന റൗണ്ട് ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അങ്ങനെ പല കാര്യം അംഗൻവാടി ടീച്ചർമാര് ചെയ്യാത്ത കാര്യങ്ങളില്ല. എന്ത് ലോക്കൽ ഐറ്റംസ് വെച്ചിട്ടും നമ്മൾ ഉണ്ടാക്കും. ബഡ്സ്, പിന്നെ തീപ്പെട്ടിക്കൊള്ളി, ഇതൊക്കെ വെച്ച് നമുക്ക് എന്തും ഉണ്ടാക്കാം. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ നിത്യം ചെയ്യുന്ന കാര്യങ്ങളാ. പക്ഷെ ഇങ്ങനെയൊക്കെ അതുപോലെ ഞങ്ങൾക്ക് ഓരോ സാധനങ്ങൾ ഓരോ മാസം ഓരോ കൊല്ലത്തിൽ ഓരോ പ്രൊജക്ട് വെച്ച് സാധനങ്ങൾ ഇറക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കളറിംഗ് ബുക്കുകള്, കളറുകള്, എല്ലാ സാധനവും തരും. ക്രയോൺസ് ഒക്കെ ഇങ്ങനെ ലോഡ് കണക്കിനായിരിക്കും അംഗൻവാടിയില്. അപ്പൊ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, കാരണം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു തീം അംബ്രല്ല ആയിരുന്നു. അപ്പൊ അംബ്രല്ല വരച്ചിട്ട് കുട്ടികളൊക്കെ വീട്ടിൽ കൊടുത്തയച്ച് എല്ലാവരും കൊണ്ട്. കാരണം നമുക്കത് എല്ലാരെയും കൂടി ഇരുത്തി ചെയ്യിക്കാണ് കുറച്ച് ബുദ്ധിമുട്ടാ. അപ്പൊ വീട്ടിൽ നിന്ന് രക്ഷിതാക്കളോട് പറഞ്ഞു, അവരിനി എന്താക്കിയാലും കുഴപ്പമില്ല, നിങ്ങൾ ആരും ചെയ്തു കൊടുക്കാതെ നിങ്ങൾ ഇരുന്ന് ചെയ്യിച്ചിട്ട് അവരെന്നെ പറഞ്ഞയക്കാൻ പറയും. അപ്പൊ രക്ഷിതാക്കൾ പറയാം ടീച്ചർക്ക് നല്ല ചിത്രം വരയ്ക്കാൻ അറിയാലോ പറയും. അപ്പൊ ഓരോന്നിനെ കുറിച്ചാ ഇപ്പൊ ഈ മാസം തീം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഒക്കെയാണ്. അപ്പൊ ഓരോന്നിന്റെയും വരച്ച് നമ്മൾ കൊടുത്തയക്കാണ്, അവര് ഹോംവർക്കായിട്ട് കൊടുത്തയക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ എന്നെ തന്നെ നോക്കി പറയല്ല, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും നല്ല പഠിപ്പിക്കലാണ്. കേട്ടറിഞ്ഞിട്ട് തന്നെ അടുത്തുള്ള അംഗൻവാടി ഏരിയയിൽ നിന്ന് വരെ എന്റെ അംഗൻവാടിക്ക് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ ഇന്ന് അഭിമാനം കൊള്ളുകയാണ്. നമുക്ക് ദൈവം തന്നൊരു കഴിവ്, നമ്മളത് യൂസ് ചെയ്യണമെന്ന് മാത്രം. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാമിന്റെ. എന്തായാലും ഞാനും ആ ബുക്ക് ഒന്ന് വാങ്ങി നോക്കണം എന്തായാലും. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു ജന്തുമ, ഷെയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള കളറിംഗ് ബുക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അഡൽസിന്റെ ബുക്സ് മാക്സിമം ചൂസ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം നമ്മൾ മെന്റലി എന്തായാലും കുട്ടികളെക്കാളും നമ്മൾ വളർന്നവരാണ്. അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമുക്കനുസരിച്ചുള്ള പുസ്തകങ്ങളാണ് ഇത്തരത്തിലുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അത്തരം പുസ്തകങ്ങൾ നോക്കിയിട്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. ഫ്ലവേഴ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, ഒക്കെ അഡൽസിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഡോട്ട്സ് ഉണ്ട്, കോൺസെൻട്രേഷൻ കൂട്ടാനാണ് ഒരുപാട് വലിയ ഡോട്ട്സിന്റെ പുസ്തകങ്ങളുണ്ട്. അത് ചൂസ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഏത് ഭാഗമാണോ ഇംപ്രൂവ് ചെയ്യേണ്ടത് അതിനാണ്. പിന്നെ മൊബൈൽ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു. മൊബൈൽ ഒരുപാട് ആപ്പുകളുണ്ട്, കളറിംഗ് ആപ്പുകളുണ്ട്, കളറിംഗ് ബുക്കുകളുണ്ട്. പക്ഷെ അവിടുത്തെ നമ്മളെ ആപ്പിലാക്കുകയുള്ളൂ. കാരണം നമ്മൾ കൂടുതൽ സമയം മൊബൈൽ അഡിക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് കൂടുതൽ വരുമ്പോൾ നമ്മുടെ കണ്ണിനെ ഒക്കെ ഇതാകും. കൂടുതൽ നമ്മുടെ മൈൻഡിലേക്ക്, ഒരു റിഫ്ലക്ഷനിലേക്ക് നമ്മൾ പോകില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഈ മൊബൈൽ ഡിറ്റോക്സിന് വേണ്ടിയിട്ടാണ് ഇത്തരം ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെ മാക്സിമം കുറച്ചുകൊണ്ട് അത്തരം ടൈമുകളിൽ ഇത്തരം പുസ്തകങ്ങളും ടൂൾസും സാറ് പറഞ്ഞത്, ബഷീർക്ക പറഞ്ഞതുപോലെ സുഡോക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെ കുറച്ചും കൂടി മൈൻഡ് ഷാർപ്പൻ ആക്കാനും മൈൻഡ്ഫുൾ ആക്കി ഇരിക്കാനും നമ്മളെ സഹായിക്കും. അതുകൂടി ഒന്ന് ഇപ്പൊ ശ്രദ്ധിക്കാം. കുട്ടികളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വാങ്ങിയിട്ട് ബർത്ത്ഡേ ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അത് പരീക്ഷയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇതില് ഫ്ലവേഴ്സ് ഫിറ്റ് ചെയ്യണം. എന്നിട്ട് കുട്ടികളെ ഫോട്ടോ സൈസ് പോലെ ഉണ്ടാക്കി അത് ഒട്ടിച്ച് ഇങ്ങനെ ഓരോ ചില്ലയിലും തൂക്കിയിടുന്ന രീതിയിൽ. ഒരു മന്തിൽ തന്നെ ചിലപ്പോ 2 കുട്ടികളൊക്കെ വരും, ബർത്ത്ഡേ വരുന്ന കുട്ടികളുണ്ടാവും. അവരെന്നെ ഒരേ ചില്ലയിൽ തന്നെ തൂക്കിയിടും, 2 ആളേനെ. അതേപോലെ 12 മാസത്തിലും വരുന്ന കുട്ടികളെ ഓരോ ചില്ലയിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവരെ ബർത്ത്ഡേ ട്രീ. അപ്പൊ അവർക്ക് തന്നെ നോക്കി അറിയാം
ഞങ്ങളെ ബർത്ത്ഡേ ഓരോരുത്തരെ കഴിയുന്നതോടെ ടിക്ക് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിന് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് സംഭവം. ഇതിൽ ഓരോ ഫ്ലവേഴ്സും കൂടി ഫിറ്റ് ചെയ്യാണ്ട്, അപ്പോഴല്ലേ കളർഫുൾ ആവുള്ളൂ. എപ്പോഴും കളർഫുൾ ആണല്ലോ കുട്ടികൾക്ക് ഇഷ്ടം. അതുപോലെ പെയിന്റ് ഒക്കെ മേടിച്ചിട്ട് അതിൽ അവരെ കൈ ഇങ്ങനെ മുക്കിയിട്ട് അത് പേപ്പറിൽ വെച്ച് കൊടുത്താല് അവിടെ ശരിക്കും അവരെ കൈയോടെ പതിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയാം ആ കൈ എത്ര വിരലവിടെ വന്ന് അതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു. Okay, thank you, Sindhu ma'am. Then Unnikrishna sir. ഗുഡ് മോർണിംഗ് ടു അവർ. നമസ്കാരം പ്രവീണ. ഇന്ന് അഡൾട്ട്സിന് വേണ്ടിയുള്ള ക്ലാസ് വളരെ നന്നായിരുന്നു. ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ എല്ലാ കളറിങ്ങും അതുപോലെ തന്നെ ഡ്രോയിങ്ങും പിന്നെ എല്ലാത്തിലും മുൻപന്തിയിൽ നിന്നിരുന്നു. അത് ഓൾറെഡി എങ്ങനെയാ നമുക്കൊരു കഴിവുണ്ടെന്ന് നമ്മൾ തന്നെ കണ്ടെത്തിയതാണ്. ഇപ്പോ അത് മകനിലേക്ക് അത് പാസ് ചെയ്ത് അവൻ ഇതുപോലെ തന്നെ നന്നായി വരയ്ക്കുന്നുണ്ട്. അതുപോലെ നല്ല നല്ല ചിത്രങ്ങൾ കണ്ടിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ആണ് ചെയ്തിരുന്നത്. ഇനിയിപ്പോ ബുക്ക് സ്റ്റാളിൽ പോകുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാവരും വീട്ടില് അഡൽട്സ് ആയി, അവൻ ഒന്നിച്ച് സെലക്ഷൻ ചെയ്യാൻ പറ്റും നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മളെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ ഷാർപ്പൻ ചെയ്യാൻ പറ്റിയൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. വെൽക്കം. ഇപ്പൊ കറന്റ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പൊ പ്രവീണ മാം കളറിംഗ് പേജസിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പൊ കാര്യം പറഞ്ഞു, സിന്ധു മാം എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഇതിലെ മെമ്പേഴ്സിന് തന്നെ കൊടുക്കാൻ പറ്റിയ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? ഷൈനി മാം, ഷൈമിന മാം, സെമീറ മാം, ജെസി മാം എല്ലാവരും ഉണ്ട്. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം കേട്ടോ. ബാബു സർ. ഒരു കാര്യം കൂടി പറയട്ടെ ഗോപിക. ഓക്കെ, ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണം വെട്ടി അതിലൊരു ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കുക. അതൊക്കെ വലിയവർക്ക് ചെയ്യണ കാര്യങ്ങളാ. ചിത്രം വരയ്ക്കുക. ചിത്രം വരച്ചതിന് ശേഷം ആ ചിത്രത്തിന്റെ മേലൊക്കെ ഫെവിക്കോൾ തേച്ചതിന് ശേഷം പഞ്ഞി ഉണ്ടല്ലോ, കോട്ടൺ, ആ സാധനം എടുത്തിട്ട് ഇങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ മുയല്, ആമ, എന്ത് ചിത്രം വേണേലും നമുക്ക് വരയ്ക്കാം. വരച്ചിട്ട് അതിനനുസരിച്ച് ആ പഞ്ഞി ഒട്ടിച്ചു കൊടുക്കുക. അതിന്റെ മേലെ കണ്ണും മൂക്കൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ചുമരുമൊക്കെ തൂക്കിയിടാം. നല്ല രസമുണ്ടാവും. അതിന് വേണമെങ്കിൽ ഒരു പേപ്പർ, മറ്റേ പേപ്പർ ഇതുണ്ടല്ലോ, ഒരു എന്താ പറയാ, പൊളിറ്റീൻ കവർ പോലത്തെ സംഭവം ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റിയത്, പൊടി പിടിക്കാതിരിക്കാന്, അങ്ങനത്തെ ഒരു പേപ്പർ കൊണ്ട് ഇങ്ങോട്ട് മറച്ചു കഴിഞ്ഞാൽ അത് നല്ല രസം. ഗ്ലാസ് പേപ്പർ പോലത്തെ അതുകൊണ്ട് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും. അതിങ്ങനെ ചുമരുമലൊക്കെ വെക്കാൻ നല്ല രസം ഉണ്ടാവും കാണാൻ. അപ്പൊ അങ്ങനത്തെ ഒക്കെ വെക്കാറുണ്ട് ഞങ്ങള്. പിന്നെ നമ്മളെ ഈ തെർമോക്കോളിന്റെ മണികൾ ഉണ്ടാവുമല്ലോ, അതും ഇതുപോലെ തന്നെ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ മേലെ ഒട്ടിച്ചു കൊടുത്ത് നിർത്തിയാൽ നല്ല രസം ഉണ്ടാവും കാണാന്. അപ്പൊ അങ്ങനത്തെ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് ട്ടാ. അതൊക്കെ വലിയ ആൾക്കാർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. നമുക്ക് അറ്റൻഷൻ കിട്ടും, നമുക്ക് ക്ഷമ വേണം. നമ്മൾ ചിലര് നിമിഷം കൊണ്ട് ചെയ്യണവരുണ്ടാവാം, ചിലരത് 2 ദിവസം വെച്ച് ചെയ്യണവരുണ്ടാവാം. അപ്പൊ എനിക്കൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാവും ഞാൻ ചിലപ്പോ സമയപരിമിതി മൂലം അങ്ങനെ കുറച്ച് ചെയ്ത് ഫിനിഷിങ് ആക്കിയിട്ട് അംഗൻവാടിക്ക് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നമുക്കതൊക്കെ നല്ല ആക്ടിവിറ്റീസുകളല്ലേ. അപ്പൊ അതൊക്കെ ചെയ്യാം. പിന്നെ നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെക്കാം. ഈ പേപ്പർ പ്ലേറ്റ് തരുമല്ലോ, നമ്മള് കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ ഒരു പ്ലേറ്റ് ഉണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല കുഴിയുള്ള പോലത്തെ പ്ലേറ്റ്, ബാക്ക് വശം നല്ല ഉന്തി നിൽക്കുന്ന പോലത്തെ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ പ്ലേറ്റ് 2 വെച്ചിട്ട്, ഒരെണ്ണം അങ്ങനെ മാറ്റി വയ്ക്കുക, ഒരെണ്ണം അതിന്റെ മേലെ കമത്തി വെച്ചിട്ട് അതിന്റെ സൈഡിന് വല്ല മിനുക്ക് പണികളൊക്കെ എടുത്ത് ഒട്ടിച്ച് വെച്ചതിന് ശേഷം അതിന്റെ നടു ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഏത് ഷേപ്പിൽ വേണേലും കട്ട് ചെയ്യുക. ഉള്ളില് മറ്റേ പാത്രത്തിന്റെ ഉള്ളില് ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കണം. ഫോട്ടോ ഏത് ഷേപ്പിലും ഒട്ടിക്കുക. എന്നിട്ട് ഈ പുറത്തുള്ള സംഭവം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യുക. എന്നിട്ട് ഒരു നാലിമ തൂക്കിയിട്ട് എവിടെയെങ്കിലും തൂക്കിയിട്ടാണെങ്കിൽ ആ ഫോട്ടോ അതിന്റെ ഉള്ളിൽ കാണുകയും ചെയ്യും. നല്ല ഭംഗിയുണ്ടാവും. അതിനുമ്പോ എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് വലിയവർക്ക് വേണ്ടിയിട്ട് എന്ത് ആക്ടിവിറ്റീസും ചെയ്യാനുള്ള ഇഷ്ടം പോലെ ഉണ്ട് ഓരോ കാര്യങ്ങള്. അതിനൊക്കെ ഇതൊക്കെ വീടുകളിലൊക്കെ വയ്ക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. ഓക്കെ.
ഓക്കെ. ഓക്കെ സിന്ധു മാം, താങ്ക് യു സോ മച്ച്. എനിവേ എല്ലാവരും ഇതുപോലെ തന്നെ പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ആരും സംസാരിക്കാനില്ല എന്ന് വിചാരിക്കുന്നു. എനിവേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പുകളിലും കാര്യങ്ങളും ഷെയർ ചെയ്യാം. പ്രവീണ മാം, താങ്ക് യു സോ മച്ച് മാം, ഇതുപോലെ നല്ലൊരു സെഷൻ എടുത്ത് തന്നതിന്. ഇനി ഒരുപാട് ക്ലാസ്സിൽ മാമിന്റെ നിന്ന് പ്രതീക്ഷിക്കും നല്ല ടോപ്പിക്സ് ആയിട്ട് മാമിന് സെഷൻസ് എടുക്കാൻ പറ്റട്ടെ. ഇനി നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു സോ Thank മച്ച്. you very much. ചെയ്തോളൂ. Thank you. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you so much.